ഇയാൾക്ക് എന്നോട് ഇത്ര ഇഷ്ടം തോന്നാൻ എന്താ കാരണം? അറിയത്തില്ല. മേ ബി യുവർ വോയിസ്, കാംനെസ്. എന്നുവെച്ചാ എനിക്കില്ലേ, എൻ്റെ മനസ്സിലെ ഭയങ്കര ഒച്ചയായപ്പോഴും നെഗറ്റീവ് ചിന്തകളും ഒരു സ്ഥലത്തുനിന്നും മറ്റു സ്ഥലത്തോട്ട് ചാടി ചാടി കളിക്കും. മൊത്തം ഒരു ഒച്ചയും കാറ്റും ബഹളമാണ്. എൻ്റെ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ ഞൊളപ്പി, പിരിവിരിപ്പി. പക്ഷേ ഉണ്ടല്ലോ, ഇയാളെ കാണുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര കാമാവും. ഇയാളെ കാണുമ്പോൾ പിന്നെ തലയിൽ വേറെ ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല. ദേ ഇപ്പോഴും വേറെ ഒന്നുമില്ല എൻ്റെ മനസ്സിൽ, നമ്മൾ മാത്രം. അമ്മയായിട്ട് എന്താ പ്രശ്നം? അമ്മ ഒരു സിംഗിൾ പേരൻ്റ് ആണ്. അച്ഛൻ കുഞ്ഞിനെ നമ്മളെ വിട്ടിട്ട് പോയതാ. അമ്മ ഒറ്റയ്ക്ക് കുറേ ബിസിനസ്സൊക്കെ ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ആള് ഭയങ്കര സ്ട്രിക്റ്റും കൺട്രോളിങ് ഒക്കെയാ. അതെയോ? എന്നെ പോലെ ഇങ്ങനെ ചറപറ സംസാരമൊന്നുമില്ല. എനിക്ക് ഈ ലോകത്ത് പേടിയുള്ള ഒരേ ഒരാൾ. അമ്മ പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ നോ പറഞ്ഞിട്ടുള്ളൂ. അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ മോനെ കെട്ടാൻ പറഞ്ഞത്. അവൻ എൻ്റെ ഫ്രണ്ടാ കുഞ്ഞിലെ മുതലേ. എല്ലാരും വിചാരിച്ചു നമ്മള് ഇഷ്ടത്തിലാന്ന്. അവനിഷ്ടായിരുന്നു എന്ന് തോന്നുന്നു, പക്ഷെ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അവനോടൊന്നല്ല, ഒരാൺകുട്ടിയോട്. എന്തായാലും ആ വിഷയത്തിൽ തുടങ്ങിയ വഴക്കാണ്. ശരിയാവും. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ലോകത്താകെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ ഇയാള്, ഇനി ഇയാള് പറ, ഇയാൾക്ക് എന്താ എന്നെ ഇഷ്ടം? എൻ്റെ മണമായിരിക്കും. നിന്റെ മണം മാത്രമല്ല, നിന്റെ ഈ ഞൊളപ്പ്, പിരിവിരിപ്പ്. പിന്നെ നിന്റെ ചുറ്റുമുള്ളതും, പിന്നെ നീ നിന്റെ ചുറ്റുമുള്ളതൊക്കെ എന്ത് ഭംഗിയാ. നീ തൊടുന്നതൊക്കെ ഭംഗി വയ്ക്കുന്ന പോലെ എനിക്കെന്നും
നോക്കിയിട്ട് വരാം. അയ്യോ അമ്മ, അയ്യോ അമ്മ അമ്മ അമ്മ, അകത്ത് പോ, അകത്ത് പോ, അകത്ത് പോ. എടാ എത്ര തവണ നിന്നെ ഞാൻ ഫോണിൽ വിളിച്ചു. അമ്മ ഫോൺ സൈലന്റിലായിരുന്നു. അമ്മ എന്താ പെട്ടെന്ന്? ഞാൻ വന്നത് ഇഷ്ടമായില്ല, ഞാനങ്ങ് പൊക്കോളാം. അങ്ങനെയല്ല അമ്മ. ഇന്ന് നവീൻ്റെ കല്യാണമാണ് ബോൾഗാട്ടി പാലസിൽ വെച്ച്. അവിടെ എനിക്ക് താമസിക്കാൻ സൗകര്യമില്ലാഞ്ഞിട്ടല്ല, ഇങ്ങോട്ട് വരണ്ടാന്ന് വെച്ചതാണ്. എന്തായാലും നിന്നെ പെറ്റതല്ലേ. അമ്മയ്ക്ക് ചായ എടുക്കട്ടെ? എനിക്ക് ചായ ഒന്നും വേണ്ട. നിന്റെ കവിളത്തെന്തോ ഒരു പാട്. കൊതുക് കടിച്ചായിരിക്കും. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അയ്യോ, ഡി ആരാ ഇത്? ഡെയ്സി നിന്നോടാ? ഫ്ലാറ്റിലെ പണിക്കാരിയാ. എൻ്റെ ബാത്റൂമിൽ വെള്ളം വരുന്നില്ല, അത് നോക്കാൻ വന്നാ. പണി കഴിഞ്ഞെങ്കിൽ പൊക്കോ. താങ്ക്സ് മാഡം.